ശരൺ ചേരുന്നുണ്ട്. ശരൺ, ഏകീകൃത കുർബാനയിൽ നിന്ന് തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സഭ വീണ്ടും ആവർത്തിക്കുന്നത്. പാംപ്ലാനി പറഞ്ഞാൽ കേൾക്കുമോ വിമതർ? പാംപ്ലാനി പറഞ്ഞാൽ വിമതർ കേൾക്കുമോ എന്നുള്ള കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നൊരു മറുപടി കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാത്ത വൈദികർക്കെതിരായ നടപടിയെ തുടർന്നുള്ള പ്രതിഷേധം ആ പ്രതിഷേധമാണ് പിന്നീട് വലിയ ക്രമസമാധാന പ്രശ്നമായി മാറിയിരുന്നത്. അതായത് ഈ ബിഷപ്പ് ഹൗസിലും തൊട്ട് ഇപ്പുറത്തുള്ള ബസേലിക്കയിലും ആ ക്രമസമാധാന പ്രശ്നം വലിയ രീതിയിൽ തന്നെ അലയടിച്ചിരുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും അതിന് പിന്നാലെ കൂടിയാണ് ഇന്നലെ ADM നേരിട്ടെത്തി ഈ സമവായ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടതിന് പിന്നാലെ കൂടിയാണ് ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് സമവായ ചർച്ചകൾക്ക് വിളിച്ചിരുന്നത്. വൈകിട്ട് 7 മണിക്കാണ് സമവായ ചർച്ചകൾ നടക്കാതിരിക്കുക. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട നിലപാട് പ്രഖ്യാപനം ഇപ്പോൾ പുതിയതായി ചുമതലയേറ്റ ജോസഫ് പാംപ്ലാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് ഏകീകൃത കുർബാന എന്നുള്ള വിഷയത്തിൽ, അതായത് ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച നടത്താൻ കഴിയില്ല എന്നുള്ളത് ഇത് മാർപ്പാപ്പയുടെ തീരുമാനമാണ്. അത് എല്ലാവരും അംഗീകരിക്കണം. ഒപ്പം തന്നെ ഈ ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാനയായി അർപ്പിക്കുന്ന വൈദികർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന വ്യവസ്ഥ അത് നേരത്തെ തന്നെ സിനഡ് മുന്നോട്ട് വെച്ചിരുന്നതാണ്. അത് തുടരും, അതിൽ മാറ്റമുണ്ടാകില്ല. ഒപ്പം ഈ പ്രതിഷേധിക്കുന്ന വൈദികരുമായിട്ട് തുറന്ന മനസ്സോടെ തന്നെ ചർച്ചകൾക്ക് തയ്യാറാണെന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം അല്ലെങ്കിൽ ആ നിലപാടിനോട് സ്വാഭാവികമായിട്ടും വിമത വിഭാഗത്തിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളതും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരുപക്ഷെ സമവായ ചർച്ചകൾക്ക് ശേഷം വലിയ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ അത് തടയാനുള്ള ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിലായിട്ട് ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ റാഫേൽ തട്ടിൽ, അതായത് സിറോ മലബാർ സഭ അധ്യക്ഷനായ റാഫേൽ തട്ടിൽ, ഒപ്പം ജോസഫ് പാംപ്ലാനി മെത്രോപൊളിറ്റൻ വികാരിയായി ചുമതലയേറ്റെടുത്ത മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി ചുമതലയേറ്റെടുത്ത ജോസഫ് പാംപ്ലാനി അടക്കമുള്ളവർ, ബോസ്കോ പുത്തൂർ അടക്കമുള്ളവർ ഇവിടേക്ക് നേരത്തെ വന്നിരുന്നതാണ്. ജോസഫ് പാംപ്ലാനി ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു ഇവിടേക്ക് എത്തിയിരുന്നത്. അവർ മടങ്ങുന്നതാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും ഒരു വശത്ത് ഇത്തരത്തിലുള്ള സമവായ ചർച്ചകളടക്കം നടക്കുമ്പോൾ തന്നെയാണ് പോലീസിൻ്റെ കർശന നടപടികളും നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങളിൽ ഇപ്പോൾ 4 കേസുകളാണ് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വൈദികർക്കെതിരെ 21 വൈദികർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും 4 കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഈ ബിഷപ്പ് ഹൗസിലേക്ക് അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയതിനാണ് ഒരു കേസ് എടുത്തിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ പോലീസിനെ ആക്രമിച്ചിരുന്നു പ്രതിഷേധക്കാർ. അങ്ങനെ SI അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസിനെ ആക്രമിച്ചതിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതിന് പുറമെ തന്നെ ഈ വഴി തടഞ്ഞുകൊണ്ടുള്ള സമരമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെ മൊത്തത്തിൽ 4 കേസുകൾ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജോസഫ് പാംപ്ലാനി അടക്കമുള്ളവർ മടങ്ങുന്നതാണ്. എന്തായാലും വൈകിട്ടുള്ള സമവായ ചർച്ചയിൽ ജോസഫ് പാംപ്ലാനി പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രതിനിധിയാണ് അയക്കുക എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. ശരി ശരൺ, ഇപ്പോൾ ചർച്ചകൾക്ക് ശേഷം പുരോഹിതർ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകിട്ടാണ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച നടക്കുക. ഒരു പ്രതിനിധിയെ മാത്രം സഭ അയക്കും എന്നാണ് നേരത്തെ പാംപ്ലാനി പ്രതികരിച്ചിരുന്നത്. ശരനാണ് വിശദാംശങ്ങൾ നൽകി.